ഇന്നിപ്പോ ഒരു സ്റ്റാൻഡ് കൊട്ട ഇങ്ങനെ ഒരു കെട്ടൊക്കെ കെട്ടി ഇറങ്ങിയത് ചാക്കാട്ട് കെട്ടിയുള്ളത് കുരുമുളക് പറിക്കാനല്ല. കുരുമുളക് പറിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ വരില്ലേ, കുറച്ച് കാപ്പി പറിക്കാനാട്ടോ. അപ്പം ഇതിനിടയ്ക്കൊക്കെ നമ്മൾ പറയാം കാപ്പി പറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. നമുക്ക് കൂടുതൽ ചെയ്യുന്നത് ഈ റോബസ്റ്റ കാപ്പിയാണ്. ഈ ചെടികളാണ് നമ്മളെ തോട്ടത്തിൽ ഇഷ്ടം പോലെ ഉള്ളത്. ഇതല്ല ഇട്ടത് പറിക്കുന്നത്, നമുക്ക് ലൈബീരിയൻ കാപ്പി ഉണ്ട്. ലൈബീരിയൻ കാപ്പിയുടെ 2 മരം നമ്മളെ തോട്ടത്തിലുള്ളൂ. ഇതാണ് ഇട്ടത്, ഇതുണ്ടല്ലേ, അത്യാവശ്യം നല്ല പഴുത്തിട്ടുണ്ട്. നമ്മളെ റോബസ്റ്റയൊക്കെ വിളവെടുത്ത് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് ലൈബീരിയൻ കാപ്പി ആവുക കേട്ടോ. വലിയ മരമാണ് ലൈബീരിയൻ കാപ്പി എന്ന് പറഞ്ഞാൽ, അത്യാവശ്യം വലിയ മരമാണ് ഉണ്ടാവുക. പക്ഷെ ഇവിടെ നമ്മൾ അതിരില് വേലിക്കാല് പോലെ ഇങ്ങനെ നട്ട 2 മരമുണ്ട്. ഒരു മരത്തിലുള്ള പറിച്ച് അങ്ങനത്തെ ഒരു മരം, ഇപ്പോൾ ഒരു കോൽച്ചെടി പോലെ ഇട്ടത് പോയിട്ടുള്ളത്. അത്യാവശ്യം നല്ല പഴുത്ത് നല്ല വലുപ്പമുള്ള മണിയാട്ടോ. നമ്മളെ സാധാ റോബസ്റ്റ പോലെയല്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇത് പറിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മളെ സാധാ കാപ്പി പറിക്കുന്ന പോലെയല്ല, ഇങ്ങനെ കുറേ റിസ്കുകളുണ്ട് ഈ ലൈബീരിയൻ കാപ്പിക്ക്. അതുകൊണ്ടാണ് ഇതിപ്പോൾ ആരും കൃഷി ചെയ്യാത്ത കേട്ടോ. വേണ്ട, കുറച്ച് ടൈറ്റും ഉണ്ട്. നമ്മളെ റോബസ്റ്റയ്ക്ക് ഇത്ര പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം പറിക്കാൻ കിട്ടും. ഇത് കുറച്ചാ ഇപ്പോഴും നല്ല ഉറപ്പാണ്. അതുകൊണ്ട് എത്ര ആയാലും ഇത് കൊഴിയൂല. പഴുത്ത് കറുത്തതിലിങ്ങനെ നിന്നാലും കാപ്പി കൊഴിയൂല. നമ്മൾ അമർത്തി പറിക്കുമ്പോൾ പരിപ്പ് ഇങ്ങനെ പുറത്തോട്ട് വരുന്നുണ്ട്. നല്ല ഭംഗിയാണ് അത് കാണാൻ. ഇതൊന്നല്ല, ഇതിൻ്റെ വലിയ വലിയ മരങ്ങൾ ഇപ്പം നമ്മളവിടെ ഇല്ല, തൊട്ടടുത്ത് നമ്മൾ എസ്റ്റേറ്റ് ഉണ്ട്, അവിടെയൊക്കെ ഉണ്ട് ഇപ്പം പഴയ മരങ്ങൾ നിർത്തിയത്. അതിന് ഓരോ വർഷവും വരെ വെട്ടി ഒഴിവാക്കുകയാണ്. പക്ഷെ റോബസ്റ്റിനെക്കാട്ടി നല്ല പ്രതിരോധം ഉള്ളതാണ്. അങ്ങനെ കേടോ കാര്യങ്ങളോ ഒന്നുമില്ല. എവിടെയൊക്കെ ഉണ്ട്. ഇതിലെ കാപ്പി കണ്ടില്ലേ, അത്യാവശ്യം നല്ല വലുപ്പമുള്ള കാപ്പിയാട്ടോ. റോബസ്റ്റ പോലെയല്ല, റോബസ്റ്റയൊക്കെ ഇതിനെക്കാട്ടി എത്രയും ചെറുത്. പിന്നെ ഇത് കുറച്ച് നീളത്തിലുള്ള കാപ്പിയാട്ടോ, ഉരുണ്ടതല്ല, കുറച്ചുകൂടെ നീളം ഷേപ്പാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലയും കണ്ടില്ലേ, ഓരോ ഇലേൻ്റെ വലുപ്പം കണ്ടോ, നല്ല വലിയ ഇലയാണ്. റോബസ്റ്റയ്ക്കൊക്കെ ചെറിയ ഇലയായിരിക്കും. കാപ്പി വീഴുന്നുണ്ട്, മുകളിലോട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഒരു സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ആളുകൾ ഇത് ചെയ്തിരുന്നു. പിന്നെ ഇതിൻ്റെ ബുദ്ധിമുട്ടാണ്, ഇതിന് ഒന്ന് മാർക്കറ്റിൽ വില കുറവാണ്. റോബസ്റ്റയുടെ അത്ര വിലയില്ല. അതിൻ്റെ പ്രധാന കാരണം ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പരിപ്പ് ഉണ്ടാവുമല്ലോ, കാപ്പിയുടെ പരിപ്പ്. ഇതിന് ഒറ്റപ്പരിപ്പാണ് ഉണ്ടാവുക. ഇതുപോലെ ഉണ്ടാവും കണ്ടോ, ഒറ്റപ്പരിപ്പ്. റോബസ്റ്റയിലൊക്കെ ഇരട്ടപ്പരിപ്പാണ് ഉണ്ടാവുക. ഇതിൽ ചിലതിൽ ഇരട്ട വരുന്നുണ്ട്. എന്നാൽ നമുക്ക് കാപ്പിയൊക്കെ കുത്തുന്ന സമയത്ത് ഔട്ട് ടൈം കുറയും ഒറ്റപ്പരിപ്പാകുമ്പോൾ. അതുകൊണ്ട് എപ്പോഴും 500 റുപ്യ 600 റുപ്യ ചിലപ്പോൾ 1000 റുപ്യൊക്കെ ഒരു ചാക്കിന് മുകളിൽ ഇതിന് വില കുറവാണ് വരില്ലേ. ഇനി വേഗം കുറച്ച് മുകളിലൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കയറി പറിക്കണം. ഇന്നലെ നമ്മൾ ഇതിനും വലിയ മരമായിട്ട് ഇന്നലെ പറിച്ചത്, അതിന് കുറച്ച് കൂടുതൽ കാപ്പി കിട്ടിയിട്ടുണ്ട്. അപ്പം അത് ഉണക്കാടുന്നതിന് മുന്നേ നമുക്ക് ഇതിലുള്ളതും കൂടെ പറിച്ച് തീർത്ത് കഴിഞ്ഞാൽ പണികൾ കഴിയും. ഇതിൽ കണ്ട പുതിയ അരിമ്പൊക്കെ വരുന്നുണ്ട്. ഇതാണ് പുതിയ അരിമ്പ്. നല്ല പൂക്കുന്ന വലിയ പൂവൊക്കെ ആയിരിക്കും കേട്ടോ. പൂത്ത് കഴിഞ്ഞാലൊക്കെ നല്ല രസമാണ്. പക്ഷേ ഇതിന് ഭംഗി കാണാൻ ഇത് മുകളിലോട്ടായതുകൊണ്ടാണ്, നല്ല ഹൈറ്റിലേക്കും ഇത് ഉണ്ടാവുക. പിന്നെ ഞാനിപ്പോൾ സ്റ്റാൻഡ് വെച്ചിട്ട് കണ്ടില്ലേ, മരത്തിന് ഒരു ചെരുവില്ല. കാപ്പി മരം എന്ന് അതിനെല്ലാവരും പറയാ, മരക്കാപ്പി എന്നും പറയട്ടെ ഇവിടെ ചില ആളുകൾ. എന്താ വെച്ചാൽ വലിയ ഹൈറ്റിലുള്ള മരമായതുകൊണ്ടേ. പിന്നെ കാപ്പിക്ക് പൊതുവേ നല്ല വില ഉണ്ടാവും. കാപ്പി ചെടി മറ്റു ചെടികളെ പോലെയല്ല. അതുകൊണ്ട് മരക്കാപ്പി എന്നൊക്കെ കുറേ ആൾക്കാർ ഇവിടെ പറയും. നമ്മളെ വയനാട്ടിലൊക്കെ ഇപ്പൊ കാപ്പിയുടെ സീസണൊക്കെ കഴിഞ്ഞിട്ടേ പെട്ടെന്ന് ആരെങ്കിലും വന്നിട്ട് ഇത് കാണുകയാണെങ്കിൽ നമ്മൾ ലൂബിക്ക പോലെ ഉണ്ടാവും. ഇതിന്റെ ഇലയും കുറച്ച് വലുപ്പമുണ്ട്. ഇതിങ്ങനെ കുത്തനെ നിൽക്കുന്ന മരത്തിലൊക്കെ കാണുമ്പോൾ കണ്ടോ, അത്യാവശ്യം ലൂബിക്കയുടെ വലുപ്പമൊക്കെ ഉണ്ട് മുകളിലുള്ള കാപ്പിയൊക്കെ. അതാ ഞാൻ പറഞ്ഞത്, കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇതിന്റെ കാപ്പിപ്പൊടിക്ക് കുറച്ചുകൂടെ കടുപ്പം കൂടുതലാട്ടോ പൊടിയാക്കുമ്പം. അതും ഇതിന്റെ ഡിമാൻഡ് കുറയാനുള്ള ചാൻസ് ഇതുണ്ട്. റോബസ്റ്റയുടെ പോലെയല്ല, ചൊവയിൽ കുറച്ച് വ്യത്യാസം വരും. അധിക കർഷകരും ഈ കാപ്പിയെ വെട്ടിപ്പറിക്കായിട്ട് ചെയ്യുക, കൊമ്പൊക്കെ വെട്ടും. പക്ഷെ വേഗം ഉണ്ടാവും ചെയ്യട്ടോ. പിറ്റത്തെ കൊല്ലാകുമ്പോഴത്തേക്കും നല്ല പുതിയ തേപ്പ് വന്നിട്ട് അതേ വലുപ്പത്തിൽ തന്നെ കിട്ടും. ഈ കയറി പറിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ വെട്ടി താഴെ ഇട്ടിട്ട് പറിക്കുക ചെയ്യല്. ഇത്ര മുകളിൽ കയറിയിട്ട് കണ്ടില്ലേ, നമ്മുടെ സ്റ്റാൻഡ് ചെരിയുന്നേ ഇല്ല. ഇത്രയും ഉറപ്പാണ് ഇതിന്. പിന്നെ വിറകും സൂപ്പർ വിറകാട്ടോ. കാപ്പി വിറക് പൊതുവേ നല്ലതാണ്. അതിൽ ലൈബീരിയൻ്റെ കുറച്ചുകൂടെ ഉറപ്പും കൂടെ ഉള്ളതുകൊണ്ട് നല്ല വിറകാ.
അങ്ങോട്ടൊക്കെ നോക്ക് വലിപ്പം. പക്ഷെ നല്ല മുകളിലുള്ളതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഈ താഴ്ഭാഗത്തേ ഉള്ളൂ. റോബസ്റ്റയാണ് ഇപ്പോൾ നമ്മൾ മരം പറിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. കണ്ടില്ല അങ്ങനെ അടർത്തി എടുക്കാൻ പറ്റുന്നത്. കയ്യിലൊക്കെ നല്ല കറ കൊടുക്കുന്നുണ്ട്. അത് കാണുന്നുണ്ടോ? പറിച്ചു കഴിഞ്ഞു. ഇനി കുറേ പെറുക്കാനുണ്ട് കേട്ടോ. മറ്റേ കാപ്പിനെ പോലെയല്ല, നമ്മുടെ കയ്യിൽ നിന്ന് കുറേ താഴെ വീഴുന്നുണ്ട്. കാപ്പി നോക്കി, പഴുത്ത കാപ്പി. ഞാൻ പറഞ്ഞത് വലിയ മണി കാണുമ്പോൾ കറക്റ്റ് ലോബിക്ക് തന്നെ. ഇവിടെ കാണുന്നുണ്ടോ? ഇവിടെ നല്ല ഇല ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇത് വലിയ മണിയായതുകൊണ്ട് കളറുള്ളതുകൊണ്ട് കാണുന്നുണ്ട്. ഇനി കൊട്ടയിലിടാം. അധികവും ഇതുപോലെ അടർത്തി എടുത്താട്ടോ. അതിന് ഉണങ്ങുന്നതിന് മുന്നേ നമുക്ക് ഇങ്ങനെ പൊട്ടിച്ചെടുക്കണം. പറിച്ചിട്ട് ഊരിയെടുക്കാനും കഴിയണില്ല ഈ കാപ്പി. കണ്ടില്ലേ, നല്ല ഉറപ്പാണ്. ഇപ്പം നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇത് വെയിലെത്തിടണം. നമ്മൾ ഇന്നലെ പറിച്ച കാപ്പിയും കാണിച്ചു തരാം. എല്ലാം കൊണ്ടുപോയിട്ട് നല്ല വെയിലുണ്ട്, അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ഇടാം. അതാ ഇനി കാപ്പി നമുക്ക് വെയിലത്തിടണം. ഇന്നലെ പറിച്ച് വെച്ച് കാണിച്ചു തരാം. അത് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. കുറേ സമയം എടുത്തിട്ടോ. രാവിലെ തുടങ്ങി ഉച്ച വരെ കാപ്പിയോട് ചെയ്യുന്നല്ലേ. എന്നാ ഇതെല്ലാം അത്യാവശ്യം ചിലതൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാം പഴുത്തത് കൊണ്ട് ഇതിനെ ഒരു ഭാഗം പഴുത്തതും ഒരു ഭാഗം പച്ചയും നമ്മളിങ്ങനെ ചാക്കിലിട്ട് വെച്ചുകൊണ്ട് ഒന്നുകൂടെ അങ്ങോട്ട് ഇതായിട്ടുണ്ട്. ഇനി വേഗം നമുക്ക് പിന്നെ പച്ച നോക്കിയില്ല, പച്ച ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ ഉറപ്പ് കൂടി. ഇല്ലേ, കുറെ ഉണക്കിണ്ടായിരുന്നു. 3-4 വട്ടമായിട്ട് പൂത്തതാവുണ്ട്. അങ്ങനെ ആയിട്ട് പല കാപ്പിയാ പച്ച പഴുപ്പ് ഉണങ്ങിയതുണ്ടായിരുന്നു. ഉണങ്ങിയതൊന്നും അതിന് വിട്ടു പോന്നിട്ടില്ല. ഇപ്പൊ നമ്മൾ തേങ്ങ കിട്ടുന്നുണ്ട്, അതിന്റെ ചേർത്തിട്ട് നമുക്ക് ഒരു ഷീറ്റ് വിരിക്കണം. എന്നിട്ട് നമുക്ക് ഇവിടെ പരത്തിടാം. അപ്പൊ നമ്മളിതാ ഷീറ്റ് വിരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കാപ്പി ഉണ്ട് ഇടാം. ഇത് കുറച്ചേ ഉള്ളൂ, കൂടുതലുള്ളത് ഈ ചാക്കിലിടാം. ഒരു ദിവസം ചാക്കിൽ വെച്ചപ്പോഴേ ആവി കയറിയുണ്ട്. നീ കണ്ടില്ല പച്ച, ഞാൻ പറയാം എല്ലാ ഐറ്റം ഉണ്ട് ഇതിൽ. കടുംപച്ചൊക്കെ നോക്കി, കടുംപച്ചല്ല കരിമ്പച്ച. മൂപ്പായതാണ്. എല്ലാം പഴുത്ത് വരുമ്പോഴത്തേക്കും കുറെ സമയം എടുക്കും. ഇങ്ങനെ ആകുമ്പോഴല്ലേ കാപ്പിന്റെ മണിയുടെ വലുപ്പം അറിയുന്നൊക്കെ. കാപ്പിക്കുരു പക്ഷെ നല്ല വലുപ്പമുണ്ട്. ഓ ഷീറ്റ് ഇപ്പൊ തന്നെ ചൂടായിട്ടോ, നല്ല വെയിലാട്ടോ. എന്തായാലും തേങ്ങയൊക്കെ വേഗം ഉണങ്ങി കിട്ടിക്കോളും. കാപ്പിയും തേങ്ങയൊക്കെ വേഗം ഉണങ്ങി. ചെറിയൊരു പണി ഇതിലെടുക്കാണ്ട് ഇതിന്റെ അരി അടർത്തിയിടാണ്ട് ഒക്കെ കൊലകൊലായിട്ടാണ് വന്നിട്ടുള്ളത്. അതൊക്കെ ഒന്ന് അടർത്തിയിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഉറപ്പ് കൂടും. അതിന് മുന്നേ അതൊക്കെ ഒന്ന് വേർതിരിച്ചത്. നമുക്കിതാ ഈ പണിയും കൂടെ കയ്യോടെ ചെയ്തു വെക്കണം. ഇത് ഉണങ്ങി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഉറപ്പ് കൂടും. അപ്പം ഇത്രയല്ല ഇന്നത്തെ വീഡിയോയിൽ. ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തേലും കൂടുതൽ ലൈബീരിയൻ കാപ്പി ഉണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷത്തെ ഉണക്കം നമ്മൾ കൊടുത്തിട്ടില്ല. നമ്മൾ റോബസ്റ്റ കാപ്പിയിൽ ഇത് മിക്സ് ചെയ്ത് കൊടുക്കൂല കേട്ടോ. നമ്മൾ മാർക്കറ്റിൽ പോകും, നമ്മൾ കോഫിയുടെ മാർക്കറ്റിൽ പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് വേറെ തന്നെ ഉണക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം എന്ത് ചെയ്യുക, ഇതും കൂടെ ഉണങ്ങിയിട്ട് നമുക്കുള്ള കാപ്പി എന്തായാലും കൊടുക്കണം. അത് ഓവർ എടുത്ത് വെക്കുന്നില്ല.